ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് 2021 PSC നടത്തിയ 10th പ്രിലിമിനറി എക്സാമിലെ GK ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയിട്ടില്ല. അന്നത്തെ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ 10 ക്വസ്റ്റ്യൻസോളം നമ്മൾ എടുക്കാതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 70 GK ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ഇതിനു മുമ്പുള്ള വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കൊടുക്കാത്തവർ അതുകൂടി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. 10th പ്രിലിമിനറി എക്സാമിന് മുമ്പ് നമ്മൾ PSC നടത്തിയ പ്രിലിംസ് ബേസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എക്സാമിന് മുമ്പ് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോവുക. അതുപോലെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശരേഖ ഏതാണ്? ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശരേഖ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശമാണ് ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശരേഖ. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഉത്തരം ഓപ്ഷൻ ബി 5 മണിക്കൂർ 30 മിനിറ്റ്. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് മുൻപിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആരവല്ലി. ആരവല്ലിയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത്? ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആനമുടി. ആനമുടിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം. ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വൃഷ്ടിപ്രദേശം. വൃഷ്ടിപ്രദേശമാണ് ഒരു നദിയിലേക്ക് വെള്ളമെത്തുന്ന നിശ്ചിത പ്രദേശം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം. ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി രവി. രവി നദീതീരത്താണ് ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഇന്ത്യയിലെ ഉഷ്ണകാലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മാർച്ച് മുതൽ മെയ് വരെ. മാർച്ച് മുതൽ മെയ് വരെയാണ് ഇന്ത്യയിലെ ഉഷ്ണകാലം. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനം. പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആര്? അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരാണ് അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ. 1857 കലാപം അറിയപ്പെടുന്നത്. 1857 കലാപം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ഓപ്ഷൻ എ ശിപ്പായി ലഹള. ശിപ്പായി ലഹള എന്നാണ് 1857 കലാപം അറിയപ്പെടുന്നത്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്.
രാജാറാം മോഹൻ റോയിയാണ് വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാര്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത്. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. നീൽ ദർപ്പൺ രചിച്ചതാര്? നീൽ ദർപ്പൺ രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ദീനബന്ധു മിത്ര. ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി കെ ആർ നാരായണൻ. കെ ആർ നാരായണനാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളി. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി. മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി പാർട്ട് 3. പാർട്ട് 3ലാണ് മൗലിക അവകാശങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ബി രാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിക്കാണ് അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം ഉള്ളത്. സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ എന്ത് അവകാശമാണ്? ഉത്തരം ഓപ്ഷൻ ബി നിയമാവകാശം. സ്വത്തവകാശം നിലവിൽ ഒരു നിയമാവകാശമാണ്. അസ്പൃശ്യത അഥവാ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ. അസ്പൃശ്യത അഥവാ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17ആണ് അസ്പൃശ്യത അഥവാ അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ. ഏത് അനുച്ഛേദപ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? ഏത് അനുച്ഛേദപ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? ഉത്തരം ഓപ്ഷൻ ഡി അനുച്ഛേദം 352. അനുച്ഛേദം 352 പ്രകാരമുള്ള അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിനുള്ള അധികാരം ഉള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്ക്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക്. രാഷ്ട്രപതിക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28നാണ് ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷാണ്. ഉത്തരം ഓപ്ഷൻ സി സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണോദ്യോഗസ്ഥൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണോദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ സെക്രട്ടറി ജനറൽ. സെക്രട്ടറി ജനറലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. കേരളത്തിന്റെ വിസ്തീർണം ഡാഷ് ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിന്റെ വിസ്തീർണം ഡാഷ് ചതുരശ്ര കിലോമീറ്ററാണ്. എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 38,863. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ചിന്നാർ ഇടുക്കി.
ഇടുക്കി ജില്ലയിലെ ചിന്നാറിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോൾ? കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഉത്തരം ഓപ്ഷൻ എ ഡിസംബർ ടു ഫെബ്രുവരി. ഡിസംബർ ടു ഫെബ്രുവരിയിലാണ് കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത്. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ സി വയനാട്. വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷത്തിൽ? ഉത്തരം ഓപ്ഷൻ ബി AD 1859. AD 1859 കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത്. ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം? ടൂറിസത്തെ വ്യാവസായികമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി കേരളം. കേരളമാണ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ഡി 780 മെഗാവാട്ട്. 780 മെഗാവാട്ടാണ് ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി മണിയാർ. മണിയാറാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ ബി കൊച്ചി, ഡോണ്ടി പോയിന്റ്. കൊച്ചിയെയും ഡോണ്ടി പോയിന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85. അയ്യങ്കാളി ജനിച്ച ദിവസം. അയ്യങ്കാളി ജനിച്ച ദിവസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1863 ഓഗസ്റ്റ് 28. 1863 ഓഗസ്റ്റ് 28 അയ്യൻകാളി ജനിച്ചത്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആര്? സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത്. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്. അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആർ പാർവതി ദേവി. ആർ പാർവതി ദേവിയാണ് അക്കമ്മ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത്. ആഗമാനന്ദ അന്തരിച്ച വർഷം. ആഗമാനന്ദ അന്തരിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1961. 1961 ആഗമാനന്ദ അന്തരിച്ചത്. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം ആയിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാന കാരണം. കുണ്ടറ വിളംബരം നടന്നത് എന്ന്. കുണ്ടറ വിളംബരം നടന്നത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയതെന്ന്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ സി 1859 ജൂലൈ 26. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത്. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 32. 32 സ്ഥിരദന്തങ്ങളാണ് മനുഷ്യരിൽ രൂപം കൊള്ളുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ